എന്തൊക്കെ വന്നപ്പോ? പിന്നെ അത് ഒരുപാട് നനയ്ക്കരുത്, ഒക്കെ ചിലപ്പോ അത് പൂജി കിട്ടോ. കാണില്ല അല്ലേ? അത് ഞാൻ ദിവസം നനയ്ക്കണ്ടേ. അപ്പൊ നീ നനയ്ക്കണ്ടോ? അങ്ങനെ നനയ്ക്കാൻ പാടില്ല, അങ്ങനെ സ്പീഡ് നനയ്ക്കാൻ പാടില്ല. അത് ചിലപ്പോ തെറിച്ചു പോവും. മഴ പെയ്യുമാതിരി എനിക്ക് വരാൻ പാടും. ചകിരി നല്ല രീതിയിൽ ഉണങ്ങിട്ടോ. ഉണങ്ങിയാ? അത് കൂടെ കൊറേ വെള്ളമായതാണ്, എന്നാലും ഉണങ്ങിയില്ലേ? ഇതെന്താ ഉള്ളണ വെയിലല്ലേ, പിന്നെ ഇങ്ങനെ ഉണങ്ങാൻ. സ്പീഡ് കുറച്ചിട്ട് അച്ചു, സ്പീഡ് കുറച്ചിട്ട്. ഇവിടെയൊക്കെ പാറപ്പൊടി എത്രയും നോക്കിക്ക. കുഴൽക്കിണറിന്റെ അങ്ങനത്തെ നിർത്ത് കുഴൽക്കിണറിന്റെ എന്താ കുത്തിയ സമയത്തുള്ള പാറപ്പൊടിയാണ് കേട്ടോ അതൊക്കെ. ഇതൊക്കെ എടുത്തിങ്ങോട്ട് മാറ്റണം. എൻ്റെ അച്ചു പച്ചക്കറി നട്ടതാണ് കേട്ടോ അത്. അതിൽ കുക്കുംബറിന്റെ വിത്ത് മുളച്ചു വന്ന് പറയണേ. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കുക്കുംബർ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. പൊന്നെ വേണ്ട, അത് അമർത്തണ്ടോ. ചെണ്ടുമല്ലി നമുക്ക് പിരിഞ്ഞു വെക്കാറായിട്ടോ. ഞാൻ ഇവിടെ ഇല്ലേ ഇത് വെച്ചിരുന്നു. മൊത്തം ഒന്ന് ഉഷാറായിട്ട് വരട്ടെ, വേണമെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ. ശരിക്കും ഒന്നുകൂടെ വട്ടത്തിലുണ്ടാക്കണ്ടായിരുന്നു. ഉണ്ടാവട്ടെ അല്ലേ. അതവിടെയൊക്കെ ചെറിയ ചെറിയ എന്താ ഇതുണ്ടാവുന്നുണ്ട് കേട്ടോ. ചെണ്ടുമല്ലിയിൽ ഇങ്ങനെ തന്നെ അടുപ്പിച്ചാണ് പതറിയത്, ഇങ്ങനെ ഇടുന്നല്ലേ. നിറയെ വിഷു ഓണാകുമ്പോഴേക്കും നല്ല പൂവുണ്ടാവൂലേ. അതങ്ങനെ അമർത്തല്ലേ, അത് വിത്ത് വരുന്നത് വരാതെ ഇതില്ലേ. ഇത് നമ്മുടെ അച്ചക്ക് കണ്ണടയിലാണ്ട് നോക്കി കാണില്ല ഏട്ടാ. ഇതിലൊക്കെ താല്പര്യമില്ലേ നമ്മുടെ അച്ചുട്ടിക്കാണ് കേട്ടോ. അച്ചുട്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ. അപ്പൊ കണ്ടോ കറ്റാർവാഴയാണ് പറഞ്ഞു വെച്ചാലൊക്കെ. അപ്പോഴേ നമ്മളിന്നൊരു ദൂരെ യാത്ര കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. ഇനി അമ്മ മാത്രം. എന്താ ഇനി ഇന്നലെ ഞാൻ മാങ്ങക്കൂട്ടാൻ വെച്ചിരുന്നില്ലേ, മാങ്ങക്കൂട്ടാൻ തന്നെ ഉള്ളൂ കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ. അപ്പൊ വരുമ്പോ ഞാനില്ലേ ഇനി എന്തായാലും കറി വെക്കാൻ എളുപ്പത്തിൽ കറി വെക്കാനുള്ളത് ചെയ്യാന്ന്. അപ്പൊക്ക് എന്തോ മൈഗ്രെയിൻ തലവേദന ഇളകിയിട്ടേ കൊറേ ഇട്ടിപ്പോ പുറത്തിറങ്ങാറില്ലല്ലോ. നമ്മളിതില് ഏട്ടാ നീ ചോറ് വെക്കണം, കൂട്ടാനും വെക്കണം. അപ്പൊ ഇന്നില്ലേ അനിയേട്ടന്റെ വകയാണ് കേട്ടോ സ്പെഷ്യല്. ഇന്റെ വകയല്ല. ഇന്റെ വക നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവില്ലേ. അപ്പൊ അനിയേട്ടൻ പറഞ്ഞു തലവേദനയ്ക്കാണ് പറഞ്ഞ പാരസെറ്റമോൾ വന്നപ്പോ ഞാൻ ഉണ്ടാക്കാം കേട്ടോ കറി പറഞ്ഞു. ഓ സന്തോഷം. നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒരാൾ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ. ഇതിന്റെ കുഴവ് എന്താ ചെറുതാണോ വെച്ചിരുന്നു. അല്ലാട്ടോ അമ്മിക്കുട്ടി ചെറുതൊന്നല്ല, പാകത്തിലുള്ള വലിപ്പുണ്ട് കേട്ടോ. ഒരുപാടുണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്. ഇതാട്ടോ ഇതില്ലേ മിക്സിയിൽ അരക്കിനെക്കാട്ടിലും സുഖമാണ് കേട്ടോ അതില് അരക്കാന്. ഇതിപ്പോ ഇപ്പൊ പുതിയ അമ്മിയ കൊണ്ട് അരക്കാൻ സുഖമായിരിക്കില്ലേ? നല്ല സുഖമുണ്ട്. വേഗം അറിയണ്ട്. ഇതാണ്ടോ ഞാനതാ പറയണതേ. നമുക്ക് ഇവിടെ പാത്രം എടുക്കച്ചു. പാത്രം കൊടുക്ക്. ഇതില് തേങ്ങ സമ്മന്തി അരക്കണം. ഈ അമ്മയ്ക്ക് എത്ര ചെയ്യുന്ന കുറേ കൂട്ടുകാർ ചോദിച്ച കാര്യമാണ് കേട്ടോ. ഈ അമ്മയുടെ വില അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. നമുക്ക് വീടിന്റെ പൂജയൊക്കെ ചെയ്ത ഒരു ഹരിനമ്പൂരി അറിയും തിരുമേനി വിളിച്ചു പറഞ്ഞിട്ട് തന്നെ. കാരണം എന്താ വെച്ചാൽ അവര് അമ്പലത്തിന്റെ പണികളൊക്കെ ചെയ്യുന്ന, കല്ലിന്റെ പണികളൊക്കെ ചെയ്യുന്ന ഒരാള്. അങ്ങനെ നമുക്ക് ആ പരിചയത്തിൽ തന്നാട്ടോ. ഇതിന് 2200 രൂപയാണ്. നമുക്ക് 1000 രൂപ വിട്ടിട്ടാണ് കേട്ടോ തന്നത്. എന്താ വെച്ചാല് അവര് പറഞ്ഞതും കൊണ്ട്. അപ്പോൾ എന്താ ഇത് എവിടെന്നാ വാങ്ങി ചോദിച്ചിരുന്നു. ഇത് പരിയാനംപറ്റക്കാവില്ലേ, നമ്മുടെ പരിയാനംപറ്റക്കാവിന്റെ അവിടേക്ക് പോണതിന്റെ തൊട്ടടുത്ത് തന്നെ. അല്ല കല്ലുഴി അവിടെ ഉള്ളവരാണ്. അതിനെ പറഞ്ഞ പരിയാനംപറ്റക്കാവിന്റെ അവിടെ കുറെ ടീമുണ്ട്. അപ്പൊ അവര് അവിടെ നിന്ന് പോയി വാങ്ങിയതാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, ചേച്ചി ഞങ്ങൾക്ക് വാങ്ങണം, ചേച്ചി എന്താ അതിനെപ്പറ്റി പറയാനേ ചോദിച്ചു. അപ്പൊ പരിയാനംപറ്റക്കാവിക്ക് പോകുമ്പോ ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ കൽവി. അവിടെ ഒന്ന് ബാലൻസ് ഉണ്ടായിരുന്നു തന്നാ. അവിടെ കല്ലുഴി പോയാലേ കിട്ടൂ. അല്ല പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ആ ഭാഗത്ത് പോയാലും അവരുടെ ഷെഡ് ഇവിടെ കല്ലുഴിയിലുണ്ട്. പണിയുന്ന സ്ഥലം അവിടെയാണ്. നിങ്ങള് വേണമെന്നുണ്ടെങ്കിൽ പോവുക വാങ്ങാലേട്ടാ അമ്മി. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ കല്ലിന്റെ പണി ചെയ്യുന്ന ഒരുപാട് ഞാൻ അപ്പം മുതൽ തുടങ്ങിയ കേട്ടോ. എനിക്ക് അമ്മി വേണം എന്നുള്ളത്
പറയുന്നത്. അപ്പം അത് കാരണം അത് കേട്ടിട്ട് നമുക്കത് അറിയേണ്ട ഒരുപാട് സമയം ഇരുന്നില്ല. ഇത് എവിടുന്ന വാങ്ങാൻ അറിയണ്ടേ. അതുപോലെ ഇത് കിട്ടുന്ന എവിടെയെന്ന് അറിയാണ്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചെങ്കിൽ ഇത് കിട്ടുന്നത് അവിടെ തന്നെയാണ്. നമുക്ക് അമ്മി എന്തിനാണെന്നറിയാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒരു ചമ്മന്തി അരയ്ക്കാനോ മിക്സിയിൽ അരയ്ക്കണതോ അമ്മിയിൽ അരയ്ക്കണതോ നല്ല വ്യത്യാസമുണ്ട്, നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ പോരി. മുളക് അരക്കണ്ടോ? മുളക് പൊടിയാണ്. എന്നാ ഏട്ടനല്ലേ ഉണ്ടാക്കണേ? അതാ മുളക് അരക്കണ്ടോന്ന്. മുളകൊന്നും അരക്കില്ല, കഴിഞ്ഞു. ഞാനെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. നീ തീയും കത്തിച്ച് തരാം. ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ സാറിൻ്റെ പോരെ. ഇതെന്തതിൽ ചാടാത്ത വെള്ളം? ആവശ്യങ്ങൾക്ക് മാത്രം വർത്താനം പറഞ്ഞു. അപ്പൊ എല്ലാരും എണീറ്റ് കൈകൂപ്പിൻ. ദൈവമേ കൈത്തോഴാങ്കിൽ കുമാരാകണം അപ്പൊ എല്ലാരും ചൊല്ലിക്കോളും. ഇന്നില്ലേ അമ്മു, ഞാൻ പറഞ്ഞിട്ടല്ലോ കേട്ടോ, അമ്മു പറഞ്ഞേ അമ്മു ആയിട്ടൊന്ന് ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ. ചിക്കൻ കറി അവള് ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാനൊക്കെ തലവേദനിച്ചിട്ട് പോയി. ഞാൻ അതുകൊണ്ട് സുകന്യ ചോറ് ഭാവിയിലൊരു ഷെഫാവുണ്ടല്ലേ. ഇത് വന്നിട്ടില്ല. എനിക്കൊന്നും പ്രാർത്ഥന അറിയില്ല അല്ലേ? ഇതൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാടിയിരുന്നാണ്, അങ്ങനെ ചൊല്ലി തന്നിരുന്നാണ്. ഇതൊന്നും വല്ലതും നിങ്ങൾക്ക് അറിയോ? എന്താ കണ്ട കുഞ്ഞൻ വന്നൊരു സന്തോഷം പൊന്നൂസിന്. എപ്പോ കുഞ്ഞിനുണ്ട് എന്റെ ഏട്ട വന്നു എന്നിട്ട് പോയി കെട്ടിപ്പിടിക്കണ അവിടെ നിന്ന്. പിന്നാലാണ് ഇതിന്റെയാണ് കുഞ്ഞുണ്ണിയില്ലേ ഇവിടെ നടക്കാനപ്പോ കൊഞ്ഞേ കാല് പിടിച്ചിട്ട് കുഞ്ഞാട്ട പോണ്ട ഒരുപാട് വിലയുള്ള സാധനമൊന്നുമല്ല. നീ എത്തിക്കാണ്ട് വീണല്ലേ സാധനം മൊത്തം. അവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തേക്ക് വീടേറ്റ് ചെയ്താലോ? അതിന് പറഞ്ഞ ആയിരിക്കും. ഇത് വേവണില്ലല്ലോ അമ്മ. ഇത് മൊത്തം അവിടെയല്ലേ? ആരാ മോട്ടർ കണ്ടെത്തി? മോട്ടറൊക്കെ ശരിയാക്കി കുഞ്ഞാ. നീ വരുമ്പോഴേക്ക് എന്തൊക്കെ പരിപാടി കഴിഞ്ഞിട്ടാ? കേടൊന്നില്ലല്ലോ. അവിടെ നിന്ന് നീ അറിഞ്ഞു, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇവിടെ നിന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ആർക്കറിയാം കുഞ്ഞൻ ആരാ കുഞ്ഞ പറഞ്ഞതൊക്കെ? നീ വീഡിയോ ഉണ്ടപ്പോ പിന്നെ എങ്ങനെ ചേർന്ന് അങ്ങനെ പറ. വാടി ഇന്നിപ്പോ വെറൈറ്റി ആണല്ലോ. അപ്പൊ അതാണ് വെറൈറ്റി. അതിന് അച്ചുവല്ലല്ലോ ഉണ്ടാക്കണം. ഇതിനെന്താണ്? നേരെ നിക്ക അവിടെ. നിന്റെ അത്ര വലിയ കത്തിയൊന്നുമില്ല അവിടെ. സത്യം. റേഷനരി അടുപ്പത്തിട്ടൊക്കെ സുകന്യ അരി ഇട്ടിട്ട് തളച്ചിട്ട് പോര്. ആ റേഷനരി പോലെ തിളപ്പിച്ചിട്ട് ഉണ്ടേക്ക് വേറെ ചോറുണ്ടേ. വീടരുത്തിട്ടോ. ആ കുടിച്ചോ വെള്ളല്ലേ? എന്താ കിച്ചോ? കുപ്പിയൊക്കെ വന്നിട്ട് എന്നിട്ടല്ല സ്കൂളിൽ കൊണ്ടുപോയി. അവൻ സ്കൂളിൽ കൊണ്ടുപോകണം പറഞ്ഞു. അവൻ അതൊന്നും വേണ്ട. അവന് സൈക്കിളായില്ലേ, പിന്നെ ഇപ്പൊ എന്താ? രണ്ടുപേർക്കും അയ്യോ അങ്ങനെ എണ്ണ മുട്ട ഇങ്ങോട്ട് കേട്ട് അതെന്താന്നറിയാം. എണ്ണയിലായത് കൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു കേട്ടോ. മറു എണ്ണ കളയല്ലേ നമുക്ക്. നാളെ പപ്പടം കാച്ചാനൊക്കെ എടുക്കേ. എണ്ണ മേത്ത കൊണ്ട് നോക്കണേ. അതന്നെ കുട്ടനെ മേത്ത്. അമ്മയ്ക്ക് ഇതിനെക്കാളും വലിയ പൊള്ളലുണ്ട്.
കുശുമ്പിന് കഷണ്ടിക്കും മരുന്നില്ലടാ കിച്ചുട്ടാ. കഷണ്ടിക്ക് ഇപ്പൊ മരുന്നുണ്ട്. നിനക്കില്ലേ നിങ്ങൾക്ക് കഷണ്ടിക്കൊക്കെ മരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എത്ര പേരാ കഷണ്ടിയായിട്ട് നടക്കുന്നത്? അത് മരുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മരുന്ന് വാങ്ങണ്ടേ. മരുന്നുണ്ട് പറയുമ്പോഴേക്ക് മാറുമോ? കുഞ്ഞിനിപ്പോ എന്താ ഒരു സന്തോഷം അല്ലേ? എന്താ കുഞ്ഞിന്റെ ഒരു സന്തോഷം. ഇപ്പൊ അത് കോരിയിരിക്കണ അല്ല, അത് എണ്ണയില്ല, ചൂടുള്ള എണ്ണേനെ. അമ്മു ചേച്ചിയുടെ കയ്യില് തട്ടിക്കഴിഞ്ഞാലേ പൊള്ളിട്ടിന്റെ അത് അവിടെ തന്നെ വെക്കണ്ട കേട്ടോ. മാറ്റിയാണ് ഇപ്പൊ അമ്മൂട്ടി. എന്ത് വെള്ളോ? നല്ല രസമുണ്ട്. ആ നല്ല രസമുണ്ട്. ഒന്ന് ഇന്ന് ഉണ്ടാക്കിയിട്ട് ചോറിനോ? കഴുകിയ ചിക്കൻക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടെടുക്കാം. മുളക് പൊടി കയ്യിലായി കഴിഞ്ഞാൽ കയ്യിരിക്കും. ഞാൻ നിക്ക്, അവര് ചെയ്തോളും. അവര് ചെയ്യണതിന്റെ ഇടയിൽ നീ കയറാൻ പാടില്ല. എന്റെ കൈ നീറി. പിന്നെ കുറച്ച് മഞ്ഞപ്പൊള്ളുണ്ടോ? എന്നാ പൊള്ളുണ്ടെങ്കിൽ വേണ്ട. അത് ഗ്ലൗസ് ഇടും. ഉണ്ടാക്കണ ഇനി ഗ്ലൗസ് വാങ്ങി തരാട്ടോ. ഇനി അമ്മൂന്റെ പരീക്ഷണങ്ങൾ കാണാം. അമ്മൂട്ടി ഇതിലേക്ക് വേണ്ട ഉപ്പ് നീയണം കേട്ടോ. എന്താ വെച്ചാൽ എത്രയും നീയിട്ടില്ലേ? കാരണം ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഉപ്പും എരിവാണ് നോക്കേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിടില്ല. എണ്ണ ഒഴിക്കണോ? എണ്ണ അത് ഇതാ ഇതിൽ എണ്ണ ഉണ്ട്. ആ എണ്ണ അപ്പൊ ഇനി ഇതിലേക്ക് ഈ ഉള്ളി ഇടണോ കശക്കുമ്പോ? ഓട്ടോ ഒക്കെ ഇട്ടോ. ഇതാട്ടോ ഇത് ഒരു സാധനം പഠിക്കുന്നുണ്ട്, ഇത് മറന്നു പോകണ്ട. ഇത് 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 തന്നെ. അപ്പൊ അതിനല്ലേ വാർത്തുള്ളി എടുത്ത് വെച്ച്. ഞാൻ എന്താ അമ്മ പറയോ നോക്കട്ടെ. അറിയോ അവൾക്ക് അറിയോന്ന് നമ്മള് നോക്കണത്. മൊത്തടണോ? മൊത്തടണ പറ. മൊത്തട്ട എന്താണ് ഇന്ന് അമ്മൂന്റെ ചിക്കനാണ് കേട്ടോ. അമ്മു ഇത് എവിടെ നോക്കി ഇതിടണോ? അത് വഴട്ടണേ. അപ്പൊ പിന്നെ ഈ ഇതൊക്കെ രാത്രിട്ടില്ല. ഇന്നിത് വന്ന് വഴറ്റാണ്ട് ഞാൻ പച്ചക്കിട്ടു. പാത്രത്തേക്ക് പുറത്തേക്ക് പോവോ? ആ ഉള്ളിക്ക് നേരെ വെക്കുക. നല്ല ചൂടാ. കുറച്ച് വെള്ളം പുറത്തേക്ക് പോവോ? കുറച്ച് വെള്ളം കളച്ചവളുണ്ട്. അവിടുന്ന് പോയിട്ട് നല്ല വെള്ളം എടുത്തിട്ട് വന്ന് വെച്ചു. അതാ ഇതില് പാത്രത്തില് നമ്മ ചേച്ചിയുടെ ചിക്കൻ നോക്കട്ടെ. രുചി കണ്ടു നീച്ചുണ്ടാക്കി വേണ്ടത് എടുത്തു കൊടുക്ക്, വെള്ളം എടുത്തു കൊടുക്ക്. അത് അവള് ഉണ്ടാക്കാണ്, നീയാണ് ഒക്കെ ഒരുക്കി കൊടുക്കേണ്ടത്. ഒരു ഷെഫ് ഉണ്ടാക്കുന്ന സഹായിക്കാൻ ബാക്കിയുള്ളവരാണ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ചൂട് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ എന്റെ കൈ എരിയും എരിയുള്ളൂന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ഉണ്ടാക്കി. നീ ബാക്കി വെള്ളമൊക്കെ എടുത്തു കൊടുക്ക്. വെള്ളം എടുത്തു കൊടുക്ക. ഇതില് അതൊഴിക്കണ്ടേ? പിന്നെ ഈ വറുത്ത് വെച്ച എണ്ണ കളയാൻ പറ്റുമോ? എന്താണ് ഷെഫേ നീ ഇങ്ങനെ പപ്പടം കാച്ചിക്കോ? അതെ പപ്പടം കാച്ചണ്ട ഷെഫേ. എന്താ പറയോ അടുപ്പിലേ ചിലപ്പോ നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഈ പെട്ട് പോകും. അപ്പൊ ഞാനിത് കുറച്ച് വെള്ളം ഒഴിക്കാൻ. അപ്പൊ ഇതെന്താ മുട്ടി? ഇത് കഴിഞ്ഞോ? അല്ല കുറച്ചൊരു വെക്കണതേ. വെക്കണം. ചിക്കനിൽ മസാല പിടിക്കണ്ടേ? എന്താ അമ്മ അങ്ങനെ? ഇത് സത്യം പറയാ എന്റെ റെസിപ്പി അല്ല കേട്ടോ. ഇതിന്റെ അമ്മൂട്ടിയുടെ റെസിപ്പി തന്നെയാണ് ചേട്ടാ. ഞാൻ പക്ഷെ ഇതൊക്കെ വഴറ്റിയിട്ടായിരിക്കുന്ന വിചാരിച്ചത്. ഇത് അമ്മു എന്താ വഴറ്റാണ്ട് എന്താണോ ചെയ്യുന്നത്? എന്റെ ഒരു ഐഡിയ വെച്ച് ചെയ്യാം. അമ്മുവിന്റെ ഐഡിയ വെച്ചിട്ട് ചെയ്യാണ്. ഇതേപോലെ നന്നായി വെച്ചാൽ നന്നായി എന്ന് പറയുന്നത് ചേട്ടാ. കേടുവെന്ന് വെച്ചാൽ കേടുവെന്ന് തന്നെ പറയണം കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലോ. സൗണ്ട് കേൾക്കല്ലേ? സുകന്യ ചോറ് വെക്കല്ലേ അവിടെ? എന്തിനാച്ചു കുടിക്കാന്? കേടുവന്നാലും നിങ്ങളെല്ലാം തിന്നണം കേട്ടോ. വെറുതെ 2 കിലോ കോഴി നാസാക്കരുത് കേട്ടോ. വെറുതെ കോഴി നാസാക്കരുത്. അതാ ചിക്കൻ മസാലയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2 മണി കുരുമുളകും ചിക്കൻ മസാലയും പാടെ ഇട്ട് കൊടുക്കണ്ടേ. എന്താച്ചോ അമ്മുന്റെ കുരുമുളക് ഇടണ്ടാന്ന് കുരുമുളക് ഇടേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അമ്മ കുരുമുളക് ഇടാൻ കാര്യം പറഞ്ഞു. അച്ചോ എന്താ എന്താ നീ ചെയ്യണ്?
എന്നെ ഒന്ന് അച്ചു ഈ ലോകത്തെ അല്ലല്ലോ. കുരുമുളക് വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് മാറും. അമ്മ കുരുമുളക് വല്ലാത്തൊരു കയ്യാളാണ് കേട്ടോ. ഇങ്ങനെ കയ്യാളാവരുത് കേട്ടോ. മടിച്ചു കോതകള് എന്താ കിച്ചു കാണിക്കുന്നത്? അതൊന്ന് വെറുതെ വിടൂ. അങ്ങോട്ട് അപ്പോ അമ്മ കുരുമുളക് ഒന്ന് പൊടിച്ചിട്ട് പോയമ്മ. ഇന്ന് തൊടാൻ പറ്റാണ്ട് എന്താ ചൂടൊന്നുമില്ല മുട്ടി. ചൂടുണ്ടേ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരിക്കട്ടെ എണ്ണ വഴറ്റട്ടെ. എല്ലാരും പറയില്ലേ അമ്മൂന്റെ സംസാരം കേൾക്കണില്ലാതെ. ഒന്ന് സംസാരിച്ച് കൊടുക്കില്ല അമ്മൂട്ടി. എണ്ണ ചൂടാ. അച്ചു ഇനി അടുത്തത് അച്ചൂടെയാണ്. ഒന്ന് നീച്ച അച്ചു. അച്ചു നീച്ചാൽ ഉഷാറാവോ? എന്നാലും നീ കൂടണം, അല്ലാണ്ട് എങ്ങനെ ശരിയാവുക? എങ്ങനെ ശരിയാവും അച്ചു? എന്ന് ഈ ഒരു പാട്ട് പാടിക്കന്ന്. കിച്ചല്ല നീ പാട്ട് പാട്. ഇന്നലെ കുട്ടിയോടെ കണ്ടുകൊണ്ട് കിച്ചുവിന്റെ പാട്ടിനെ പറ്റിയിട്ട് ആരും അഭിപ്രായം പറഞ്ഞില്ല. എന്റെ കുട്ടിയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ട് ഇപ്പൊ ശരിയായില്ല. അതിനകത്ത് പാട്ട് കേൾക്കുന്ന ചില സമയത്ത് യൂട്യൂബ് ഇല്ലേ കുട്ടികളെ കാണിച്ചു കഴിഞ്ഞു വെച്ചാല് എന്താ വേഗം കമന്റ് ബോക്സ് ആണ് നോക്കാം. പൊട്ടിക്കഴിഞ്ഞ കൈ പൊള്ളു ഇല്ല. എണ്ണ ചൂടായിരുന്നു നമുക്ക് കിട്ടൊക്കെ. ഒരു ചട്ടി ഇറച്ചി അല്ല 2 കിലോ ഇറച്ചി കൂടി പോന്നില്ലായിരുന്നല്ലോ. എന്തിനു നന്നു ഏട്ടാ അമ്മ പറയുന്ന കേട്ടോ. എല്ലാരും പാടെ എന്റെ നാണം കെടുക്കുന്ന അമ്മാന്ന്. എന്താ പറയണേ? എണ്ണ ഇതിലുണ്ട്, ഇത് മതി. ഇവരൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ 2 ലിറ്റർ എണ്ണ വീട്ടിൽ വാങ്ങിയൊക്കെ കേട്ടോ. അച്ചുവിന്റെ ഇടയ്ക്കിടയ്ക്ക് പാചകം ഉണ്ട്. വല്ലാത്ത പാചകമായിരിക്കും. ഓരോ ക്ലാസ് എണ്ണയാണ് പോവുക. ഒരു എന്താ ഉരുളക്കിഴങ്ങ് വറക്കലോ? ഞാനാണ് ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം ഞാനാണ് അതന്നെ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കൽ നിർത്തിയപ്പോലെ എണ്ണ കുറച്ച് നിക്കാൻ തുടങ്ങി. മറ്റേത് വാങ്ങിയ എണ്ണ അങ്ങനെ ചെലവായി പോവായിരുന്നു. അതെ മക്കള് വലുതാവുമ്പോഴേ മക്കൾ ഓരോന്നും നമുക്ക് ചെയ്തു തരും. ഭയങ്കര സന്തോഷമാണ്. ഞാൻ സത്യം പറയാ അമ്മ വിചാരിച്ചിട്ടില്ല കേട്ടോ. അമ്മ വേഗം അമ്മ ഞാൻ സന്തോഷം. അങ്ങനെ ചെയ്തിട്ടാക്കണല്ലോ അല്ലേ? അതന്നെ സന്തോഷമായി. ഭയങ്കര സന്തോഷമായി. നിനക്ക് സന്തോഷം ഉണ്ടാവില്ല? അയ്യടോ ഈ കുട്ടി ഇതിന്റെ വന്നിട്ട് ഇളക്കിയിട്ട് അവളെന്തായാലും ചെയ്യട്ടെ. അതിന്റെ ഇടയിലേക്ക് കേറിക്കണ്ടേ? അവള് ചെയ്യുമ്പോ പിന്നെ അതിന്റെ ഒപ്പം ആ പിടിയില്ല. ആ പിടി എടുക്കാം. അമ്മ വെള്ളം വേണം. എല്ലേ പിടി അവിടെ ഉണ്ടേ. ഒന്ന് ആവട്ടെ വെച്ചോ. മതി 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 മതി. എത്ര ഉമ്മേന് കൊടുക്കണേ? എത്ര ഉമ്മേന് കൊടുക്കണേ? ഇപ്പൊ പോയിട്ട് അച്ചു ആയി. ഇപ്പൊ അവസാനം അച്ചു ആരുമില്ലാണ്ട് അച്ചു ഒറ്റയ്ക്കായി. നാളെ ബീഫ് കറി വെക്കണ്. ഒരു കഷ്ണം തിന്നു. നിങ്ങക്ക് ഇങ്ങനെ ഓരോ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ പെട്ടുപോകും. വേണ്ടേട്ടാ ഉള്ളത് മതി. ഒന്നും പിടിച്ചിട്ടില്ല അതാട്ടോ. അമ്മൂനത് പേടിയിട്ട് ഒരു പീസ് ഒരു പാത്രം എടുത്തതാ. എന്താ കോലം? കുറച്ചൊരു ഗ്രേവി ഇരുന്നോട്ടെ കേട്ടോ. ചോറിന്റെ കൂടെ കഴിക്കുമ്പോഴേ വേറെ കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല. അച്ഛൻ എന്താ കാണിക്കണ പോയിട്ട്? പാത്രം എടുക്കാൻ പോവാ. എന്താ ഉപ്പ് നോക്കാനോ? കാര്യമായിട്ടുള്ള ഉപ്പ് നോട്ടാണല്ലോ. അപ്പൊ എല്ലിന്റെ നോക്കണ്ടേ? ഇത് ഇറച്ചിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ചാറും.
അല്ലേ? പിന്നെ കുറച്ച് ചോറിട്ടിട്ട് വേറെ ഇങ്ങനെ ഉപ്പ് നോക്കുമ്പോഴേക്ക് ഇപ്പൊ ഇറച്ചി കഴിയുമ്പോ എവിടെ മലമ്പുഴയിലോ? ആ തരൂ തരൂ തരൂ. നോക്കട്ടെ കുട്ടികൾക്ക് ഒക്കെ കൊടുക്ക്, ഒക്കെ കൊടുക്ക്. എങ്ങനെയുണ്ട് ഉപ്പ്? കുഞ്ഞിനും കൊടുക്ക്, പൊന്നൂസിനും കൊടുക്ക്. അതാ 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 ഇവരില്ലേ ഒരു വാഴ കാണാൻ വേണ്ടിട്ട് ടിക്കറ്റ് നോക്കുകയാണ് കേട്ടോ വിഷുവിന്റെ അങ്ങനെ നോക്കി. അപ്പൊ ഈ അമ്മമ്മ വീട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അമ്മമ്മ വീട്ട് പോകാൻ പറ്റില്ല. ഉണ്ട് എന്താ വിഷുവിന്റെ നാളത്തെയും മറ്റന്നാളത്തേക്ക് ബുക്കടാ. പടക്കം പൊട്ടിച്ചിട്ട് പൊന്നൂസിന് 2 കഷ്ണം കൊടുക്കുക. അപ്പൊ പടക്കം പൊട്ടിച്ചിട്ട് അന്ന് രാവിലെ വിരുന്ന് പോടാ. എല്ലാരും നിങ്ങളൊക്കെ പോവില്ലേ? അമ്മയൊക്കെ പോവും. അമ്മ ഉപ്പില്ല. അമ്മ അച്ഛനൊക്കെ പോവും. കുഞ്ഞുണ്ണി വാവൊക്കെ പോവും. എത്ര വേണം നിങ്ങൾക്ക് ഉപ്പ്? ഈട്ടോ നിനക്ക് പാത്രമുള്ളത് ഉപ്പ് നോക്കി വെക്ക്. എരിവൊക്കെ പാകല്ലേ? അല്ലേ? പാകല്ലേ? കുറവുണ്ടോ? ഓ ഒരു പാത്രം എടുത്തിട്ട് വന്നാ ഒരു കഷ്ണം കൊടുത്താ പൊന്നൂസാണ്. ഉപ്പ് നോക്കാൻ പൊരിഞ്ഞു നോക്കി വെക്ക്. ആ അയ്യോ നോക്കച്ചു. എടാ ഒരു പാത്രം കുഞ്ഞിനിക്ക് കൊടുക്കാൻ. അടിപൊളിയായിട്ടുണ്ട്. കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് എനിക്ക് വേണ്ടത്. കാരണം എന്താണെന്നറിയോ, എനിക്ക് നമ്മുടെ മക്കൾ ഓരോന്ന് ചെയ്ത് തരുമ്പോ അമ്മു ഞാൻ പറഞ്ഞില്ലേ അമ്മു ഉണ്ടാക്കാൻ തുടങ്ങിയ അടിപൊളിയായിട്ട് ഉണ്ടാക്കട്ടോ. അത് ചെയ്തോ ചെയ്തില്ലേന്നല്ല, ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാണ്ട് അങ്ങനെ അവിടെ ഇവിടെ പോയിട്ട് ഉറക്കം നോക്കിയപ്പോ ഇങ്ങനെ നിൽക്കുമ്പോ എന്തർത്ഥമുള്ള ഇതിന്? സത്യം കാണുന്നവരനെ എന്തെന്താണ് അങ്ങനെ എന്താണ് കുട്ടിക്ക് കൊടുക്കച്ചു. അവന്റെ പാത്രത്തിൽ കൊടുക്ക്, പൊന്നുവിന്റെ പാത്രത്തിൽ കൊടുക്ക്. കത്തിപ്പോവല്ലേ ഒരു പാത്രം എടുത്തിട്ട്. അച്ചു ആ കുട്ടിക്ക് ഒരു പാത്രത്തിൽ കൊടുക്കച്ചു. അച്ചുവാണപ്പോ ചെറിയ കുട്ടി. ചൂടാറിച്ചു കൊടുക്കട്ടോ. എങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്? സ്പൂണ് വേണോ? ആ കുട്ടിക്ക് സ്പൂൺ എടുത്തിട്ട് ഊതിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കട്ടോ. അവന് എന്റെ കുട്ടിക്ക് ഇറച്ചി നല്ല ഇഷ്ടാണല്ലോ. ആ നല്ല തിന്നിന്റെ കുട്ടി ലോത്തേ. ആ അച്ഛൻ ചേച്ചി പൊട്ടിച്ചേരും മുത്തേ. പൊട്ടിച്ചേരും. ആ അത് സ്പൂണാനും കൊടുത്തോ, സ്പൂണാനും കൊടുത്തോ. കൈ കൊണ്ട് പൊട്ടിച്ചു. ആ എന്നാ വേണ്ട അപ്പോ. അപ്പൊ അതല്ലേ അച്ഛ ചേച്ചി മര്യാദക്ക് പൊട്ടിച്ചേരാ പറഞ്ഞത്. അപ്പൊ അതാ അച്ഛ ചേച്ചി എടുക്കിച്ചേരാണേ. മനസ്സിലായില്ലേ? നാളെ ഇവിടെ ഇങ്ങോട്ട് തട്ടിയിട്ട് എൻ്റെ കയ്യില്ലേ അങ്ങോട്ട് പൊളിഞ്ഞങ്ങോട്ട് പോയി. ഇതാ ഇവിടെ കോരം ഇതും ഉരുട്ടാണ്ടേ, ഇത് ഉരുട്ടിയിട്ടില്ല. അതാണ് അവളിന് ചോറ് കൊടുക്കാനേ. എന്റെത് ആ ചേച്ചി അവന് കൊടുക്ക് പാത്രത്തിൽ കുറച്ച് ചോറ് കൊടുത്തവന്. നമ്മുടെ അപ്പൊ ഞാനില്ലേ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ടേട്ടോ. ഇന്ന് നമ്മളില്ലാത്തതും കൊണ്ട് കുറേ ഭാഗങ്ങളും കുഴക്കിണർത്ത വെള്ളമല്ലേ നമുക്ക് പണി തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, സിങ്കൊക്കെ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ടേ. ദിവസം ചെയ്തിട്ടും വണ്ടർ കിട്ടിയ പോലെ വെള്ള കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അവന് കുറച്ച് വേണ്ടാന്ന്. എന്ത് കുറച്ച് വേണ്ടേ? തോന വേണമെന്ന്. ഇറച്ചി തോന വേണോ? ഓ എത്ര വേണ്ടിച്ചെടുത്തോളൂ. കുട്ടിക്ക് എത്ര വേണ്ടിച്ച് കൊടുക്ക്. ഏട്ടന് ചോറ വേണ്ട. അയ്യോ അവന് കുറച്ച് അത്ര ചോറ് പോരെ? കുട്ടി ആ ഉത്തര ചോറ് അച്ഛൻ കൂടി തിന്നില്ല.
തോന ചോറുണ്ട്. ചോറ് തിന്നു. എന്ത് കുട്ടികൾക്ക് എടുത്തു കൊടുക്ക്. കഴിക്കാൻ കൊടുക്ക. എന്താണ് എന്തോ എന്താ ഒത്തേ? കരളല്ലേ വേണ്ട? മാങ്ങ പഴുത്തതാ? കരള് വേണോ? മാങ്ങ പഴുത്തത് താഴെടാ, കടയിലുണ്ട്. വേണോ? ആ കടയിലുണ്ട്. ആ അവിടെ ഇല്ല, കടയിലുണ്ട്. അവിടെ നേരത്തെ കൂട്ടാൻ വെച്ചില്ലേ? എല്ല് പീസാ. കഴിച്ചു 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 കഴിച്ചു. കിച്ചു നമ്മള് കേതി പോയി. ഇനിയിപ്പോ കിച്ചുവിന് നിങ്ങൾ എവിടെ കഴിച്ചോ? ഇവിടെ കഴിച്ചോ? ഇനിയിപ്പോ താഴത്തേക്ക് എന്തിനു പോണു? എവിടെയാ കഴിക്കും? ഞാൻ പാത്രം കഴിക്കും. കിച്ചോ നിന്നെ ഞാൻ ചോറ് എടുത്തിട്ട് വാ. സൂര്യന് ചോറ് എടുത്ത് കഴിഞ്ഞില്ലേ? ആ അവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ കളറൊക്കെ അടിപൊളി കിട്ടോ. അരച്ച് വെച്ച കറി പോലെ ആയി. വയറ് നിറച്ച് ചോറിനാണേ. ഞാനിപ്പോ ഇന്ന് രാത്രി എന്താ കഴിക്കാം? എന്താ കഴിക്കണ്ട്? എന്താ കുക്കുംബർ വാങ്ങണോ? അല്ല, ചോറിനുണ്ട്. ചൂടുവെള്ളം കുടിക്കാം. ചൂടുവെള്ളം കുടിക്കും. അവിടെ ഓട്സ് വേണ്ട. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് മതി. അപ്പം ഇനി പാത്രങ്ങൾ അപ്പോൾ കുട്ടിയോട് അവിടെ ഇരുന്ന് കഴിക്കാൻ അയച്ചു കൊടുക്കട്ടെ. അപ്പൊ ആരാ സൂപ്പർ അടിക്കുന്നത്? കുട്ടി സൂപ്പർ എന്ന് പറയണല്ലോ. ഇഷ്ടായോ? അമ്മ ചേച്ചി ഉണ്ടാക്കി രസമായോ? അമ്മ ചേച്ചി അതാരുണ്ടാക്കിയത്? അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂലേ? കഴുകി വെച്ചത് ആരാന്നറിയില്ലാന്ന്. കഴുകി വെച്ചത് എന്റെ അമ്മേനെ കഴുകി വെച്ചത്. കഴുകി വെച്ചത് മാത്രം. കഴുകി വെച്ചതാണ് നോക്കുന്നത്. മസാല ഇട്ടത് ചേച്ചിയാണ്. കറക്റ്റ്. എരിവ് പാകല്ലേ? എരിവില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണിക്കും കിച്ചുവിനുള്ള അതായിട്ടോ ഫാൻ ഇടാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഇതേപോലെ അമ്മൂന്റെ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇതേപോലെയുള്ള കുക്കിങ്ങുകളൊക്കെ അമ്മൂന്റെയും അച്ചൂന്റെയും സുകന്യയുടെയും ഒക്കെ നമുക്ക് വരുന്നതായിരിക്കും. കുഞ്ഞന്റെയും ഒക്കെ വരുന്നതായിരിക്കും. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.